21 വയസ്സ് വരെ പെൺകുട്ടിയായിട്ട് ജീവിച്ചെങ്കിലും ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു എൻ്റെ ജെൻഡറിൽ. ആദ്യമൊക്കെ സ്ഥിരം അമ്പലത്തിൽ പോകുന്ന ആളായിരുന്നു. അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും, ദൈവമേ നാളെ രാവിലെ നേരം വെളുക്കുമ്പോൾ എന്നെ ഒരു പെണ്ണാക്കി മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ പെണ്ണാവണം, ഞാനൊരു പെണ്ണാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ ഫെമിനൈൻ ആവണം എന്ന് വിചാരിച്ചിട്ട് എൻ്റെ മാസ്കുലിനിറ്റി ഒക്കെ ഒതുക്കി വെച്ചിട്ട് ഒരു പെണ്ണായിട്ട് പെർഫോം ചെയ്യായിരുന്നു ഞാൻ എറണാകുളത്ത് പഠിക്കുന്ന സമയത്താണ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ കാണുന്നത്. അവരെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ പല വൃത്തികെട്ട പേരുകളിലും, ഹിജഡ, 9 അങ്ങനത്തെ പേരുകളിലൊക്കെയാണ് ഇങ്ങനത്തെ ആൾക്കാരെ കേട്ടിട്ടുള്ളത്. പക്ഷെ അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനും അങ്ങനത്തെ ഒരാളാണല്ലോ എന്ന് കരുതി ഞാൻ അവരോട് പോയി സംസാരിച്ചു. അപ്പോൾ അങ്ങനെയുള്ള അന്ന് ഞാൻ കണ്ടത് ട്രാൻസ് വുമൺ ആയിട്ടുള്ള ആൾക്കാരെയാണ്. അപ്പൊ അവരോട് സംസാരിച്ചപ്പോൾ അവരുടെ ഫിസിക്കൽ അവസ്ഥയെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അതിൽ നിന്ന് ഡിഫറെന്റ് ആണല്ലോ എന്ന് എനിക്ക് തോന്നി. എറണാകുളത്ത് പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് ഞാനവിടെ അഡ്മിഷൻ എടുത്ത കാലം തൊട്ട് ചോദിച്ച് ഹരാസ് ചെയ്യായിരുന്നു. അവരുടെ ഹരാസ്മെന്റും കളിയാക്കലൊക്കെ കാരണം ഒരു പഠനം നിർത്തിയാലോ ആത്മഹത്യ ചെയ്താലോ എന്നൊക്കെയുള്ള തോന്നല് കണ്ട് ഇങ്ങനെ നടക്കുന്ന സമയത്താണ് സതി ചേച്ചി എന്നെ കാണുന്നത്. അത് സതി ചേച്ചി എൻ്റെ കസിനാണ്, ആളൊരു പോയറ്റാണ്, ഒരു ദളിത് ആക്ടിവിസ്റ്റ് ആണ്. സഹയാത്രികയുടെ ഒരു ജെൻഡർ സെൻസിറ്റൈസേഷൻ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ചേച്ചി വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, നീനൊക്കെ ഞാൻ വളർത്തിയ എൻ്റെ കൺമുന്നിൽ കിടന്ന് വളർന്ന ആളാണ്. അപ്പോൾ അവനെ ചെറുപ്പത്തിലെ കാണുമ്പോഴും ചേച്ചിയെ കാണുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇവരിൽ നിന്ന് ഞാൻ വ്യത്യസ്തമാണ്, ഐ എം സംതിങ് ഡിഫറെന്റ് എന്ന് ചെറുപ്പത്തിലെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കുന്നത് ഞാൻ ഇന്റർസെക്സ് ആയിട്ടുള്ള ഒരു ട്രാൻസ്മെൻ ആണെന്നാണ് എന്നെ പറ്റി ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ 8-ലായപ്പോഴും 9-ലായപ്പോഴും 10-ലായപ്പോഴും ഞാനിങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു എനിക്ക് എപ്പോഴെങ്കിലും പീരീഡ്സ് ആവും, ഞാനൊരു പെണ്ണാവും എന്ന്. പക്ഷെ അതൊരിക്കലും സംഭവിച്ചിട്ടില്ല. +2 പഠിക്കുമ്പോഴും സംഭവിച്ചിട്ടില്ല, ഡിഗ്രി പഠിക്കുമ്പോഴും അത് സംഭവിച്ചിട്ടില്ല. അപ്പോൾ +2 പഠിക്കുന്ന സമയത്തൊക്കെ എൻ്റെ കൂട്ടുകാരിമാരെന്നെ കളിയാക്കുമായിരുന്നു, എനിക്ക് മെൻസസ് ഇല്ല, അവരെ പോലെ ബ്രസ്റ്റിന് വളർച്ചയില്ല, അപ്പോൾ എൻ്റെ ശബ്ദം ആണുങ്ങളുടെ പോലെയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. പക്ഷെ ഇതൊന്നും ആരോടും സംസാരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിൽ ആരും ഉണ്ടായിരുന്നില്ല. ഇതൊന്നും പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാവോ, എൻ്റെ വിഷമങ്ങൾ പറയാൻ എനിക്ക് അപ്പോഴൊന്നും ആരും ഉണ്ടായിട്ടില്ല. ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളൊരു ചൈൽഡ്ഹുഡാണ് എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ ഗേൾസ് ഹോസ്റ്റലിലാണ് നിന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളുടെ മുമ്പിൽ ആർത്തവമുള്ളതായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ അവർക്കൊക്കെ പീരീഡ്സ് ഉണ്ട്, അവരൊക്കെ വളരെ നോർമൽ ആയിട്ടുള്ള പെൺകുട്ടികളാണ്. അപ്പൊ അവരുടെ മുമ്പിൽ ഞാനും ഒരു പെൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പീരീഡ്സ് ഉള്ളതായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ വളരെ നോർമൽ ആയിട്ടുള്ള ഒരാളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴെങ്കിലും ഞാൻ അങ്ങനെയല്ല എന്ന് തിരിച്ചറിഞ്ഞ പെൺകുട്ടിയാണെന്നാണ് പബ്ലിക് മുഴുവൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ആ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ട് ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് പറയുമ്പോൾ ഇന്റർസെക്സ് ആയിട്ടുള്ളൊരു കുട്ടി വളർന്നു വന്ന കഥയാണ് ഞാൻ പറഞ്ഞത്. ഒരു ആൺകുട്ടിയെ പെൺകുട്ടിയായിട്ട് വളർത്തിയാൽ എങ്ങനെ ഉണ്ടാവും? ഞാനൊരു ആൺകുട്ടിയായിരുന്നു, എന്നെ പെൺകുട്ടിയായിട്ടാണ് വളർത്തിയത്. ഞാനൊരു ഇന്റർസെക്സ് ആയിട്ടുള്ള ആളായിരുന്നു. ഞാൻ മിശ്രലിംഗാവസ്ഥയിൽ ജനിച്ച ആളാണ്. ഭൂതകാലത്തില് എന്റെ ഉള്ളിലുള്ള ആണിനെ അഡ്രസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കമ്മിങ് ഔട്ട് നടത്തുന്നത് ആളുകൾക്കൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു. അവരാദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരാളുണ്ടെന്ന് അവര് അറിയുന്നത്, കേൾക്കുന്നത്. ആ ഒരു ഗ്രൂപ്പ് ഇനിയും ഒരുപാട് ഇന്റർസെക്സ് ആൾക്കാർ ജനിക്കാനുണ്ട്. അപ്പോ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇത് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ഇത് പുറത്തെ ആൾക്കാരോട് പറയണമെന്നും ഇങ്ങനെയുള്ള ആൾക്കാരുടെ റൈറ്റിന് വേണ്ടി കുറെ കൂടിയൊക്കെ സംസാരിക്കണമെന്നും അന്ന് അവിടെ ഉണ്ടായിരുന്ന പല ആൾക്കാരും എന്നോട് പറഞ്ഞു. അപ്പോഴെനിക്ക് അങ്ങനെ ഒരു ഇൻസൈറ്റ് ഉണ്ടായി. വിദ്യാഭ്യാസമുള്ള ഒരാളെന്നുള്ള നിലയിൽ ഇതെന്റെ ഉത്തരവാദിത്തമാണ്, എന്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഇത് പുറത്ത് പറയേണ്ടതും ആൾക്കാർ അറിയേണ്ടതും എന്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പിന്നെ കൂടുതൽ ആളുകളോട് ഇതിനെപ്പറ്റി പറയാൻ തുടങ്ങിയത്. ഇന്റർസെക്സിന്റെ അവകാശങ്ങളെ പറ്റിയിട്ട് ആളുകളോട് സംസാരിക്കാൻ തുടങ്ങിയത്. ഇങ്ങനെ ആൾക്കാർക്ക് ജീവിക്കാനും സർജറി ചെയ്യാനും സർജറി ചെയ്യാതിരിക്കാനും ഒക്കെയുള്ള അവകാശം ഉണ്ടെന്നും ഇങ്ങനെ നിരവധി ആൾക്കാരുണ്ടെന്നും
ഇവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ട്, അത് സംരക്ഷിക്കേണ്ടതാണെന്നും ആൾക്കാരോട് സംസാരിക്കാൻ തുടങ്ങിയത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ കൂടുതൽ കമ്മിങ് ഔട്ടുകളും പബ്ലിക്കിനോടും ഇവൻ സഹയാത്രികയിൽ ജോയിൻ ചെയ്തിട്ട് സഹയാത്രികയുടെ പ്രോഗ്രാം കോർഡിനേറ്ററായിട്ട് നിന്ന് നിരവധി പ്രോഗ്രാമുകൾ കോർഡിനേറ്റ് ചെയ്യുകയും ഈ ആൾക്കാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തത്. ഇപ്പോൾ 2016 കേരള പ്രൈഡില് അതുവരെ LGBT വരെ ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഞാൻ കമ്മിങ് ഔട്ട് നടത്തിയതിന് ശേഷമാണ് LGBTI വരെ ആളുകൾ പറയാൻ ഒക്കെ തുടങ്ങിയത്. അപ്പൊ ഇന്ന് നോക്കുമ്പോൾ ഞാൻ ഇന്റർസെക്സിനെ പറ്റി പറഞ്ഞില്ലെങ്കിലും എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കൾ ഇന്റർസെക്സ് എന്ന് പറയുന്നുണ്ട്, ഇന്റർസെക്സ് ആൾക്കാരുടെ റൈറ്റ്സിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് ഫീൽ ചെയ്ത ഒരു കാര്യം. ട്രാൻസ്ജെൻഡർ പോളിസി വന്നു കഴിഞ്ഞപ്പോൾ കൂടുതൽ ആൾക്കാർ ഇതിനെപ്പറ്റി പഠിക്കണമെന്ന് താല്പര്യമായിട്ട് മുന്നോട്ട് വന്നു. അപ്പോൾ ഞാൻ പല സ്ഥലത്തും സംസാരിച്ചപ്പോൾ ഞാൻ സംസാരിക്കുന്നത് കേട്ടിട്ട് ആൾക്കാർക്ക് ക്യൂരിയോസിറ്റി ഉണ്ടായി. ആ ക്യൂരിയോസിറ്റിയുടെ പുറത്ത് പലരും എൻ്റെ അടുത്ത് വന്ന് ചോദിച്ച്, നിന്റെ ജെനിറ്റൽ പാർട്ട് നമുക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ആദ്യം എനിക്കത് ഭയങ്കര ഒഫെൻസീവായിട്ടാണ് ഫീൽ ചെയ്തത്. ഇതെന്റെ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഇത് ഞാൻ പറയുന്നു എന്ന് കരുതിയിട്ട് എനിക്ക് എൻ്റെ ജെനിറ്റലിൽ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റില്ല. അങ്ങനെ പല ആൾക്കാരും പല കോമഡികളൊക്കെ ചോദിച്ചിട്ടുണ്ട്. നിനക്ക് പുരുഷലിംഗവും സ്ത്രീലിംഗവും ഉണ്ടെങ്കിൽ നിനക്ക് തന്നെ സെക്സ് ചെയ്ത് സ്വയം പ്രഗ്നന്റ് ആവാൻ പറ്റുമോ? അങ്ങനെയുള്ള ബ്ലണ്ടർ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. പിന്നെ പലരും ആ ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഭയങ്കര ഒഫെൻസീവായിട്ട് എന്നോട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. ആ സമയത്ത് മീഡിയ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. മീഡിയ പല സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ടെങ്കിലും ആദ്യ സമയത്തൊക്കെ എഴുത്തായിരുന്നു എൻ്റെ പരിപാടി. പക്ഷെ അതത്ര വലിയ വിസിബിലിറ്റി ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ 2019 ഞാൻ ഇലക്ഷന് മത്സരിക്കുന്ന സമയത്താണ് എനിക്ക് കൂടുതൽ വിസിബിലിറ്റി കിട്ടിയത്. ആ സമയത്ത് എറണാകുളത്തുള്ള കുറച്ച് സുഹൃത്തുക്കള് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇലക്ഷന് മത്സരിക്കണം എന്ന് പറഞ്ഞു. എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു. അപ്പൊ ഞാൻ ചിന്തിച്ചു കഴിഞ്ഞപ്പോ എനിക്കത് കുറച്ച് നല്ലൊരു കാര്യമായിട്ട് തോന്നി. കാരണം ഞാൻ അതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്സിനെ കുറെ കൂടി വൈഡർ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാനും, ഇറസ്പെക്റ്റീവ് ഓഫ് മൈ സെക്സ്, ജെൻഡർ, സെക്ഷുവാലിറ്റി, എനിത്തിങ്, ഞാനും ഈ നാട്ടിലെ ഒരു സിറ്റിസൺ ആണെന്നും പറയാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ അതിനെ കണ്ടത്. അപ്പോൾ എൻ്റെ ഡെഡ് നെയിം ആയിട്ടുള്ള അശ്വതി രാജപ്പൻ എന്നുള്ള പേരിലാണ് ഞാൻ ഇലക്ഷന് മത്സരിക്കുന്നത്. പക്ഷെ മീഡിയ അതിനെ ഭയങ്കരമായിട്ട് ആക്സെപ്റ്റ് ചെയ്തു. കാരണം വേറൊരു ട്രാൻസ്ജെൻഡർ ആളും ഇലക്ഷൻ അപ്പോൾ അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുവരെ ആരും അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇന്റർസെക്സ് ആണെന്ന് തുറന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ മീഡിയ എനിക്ക് കുറെ കൂടിയൊക്കെ വിസിബിലിറ്റി തന്നു. അപ്പൊ ഇലക്ഷന് മത്സരിക്കുന്ന സമയത്ത് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല, എത്ര പേര് വോട്ട് ചെയ്യുന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷെ ഇലക്ഷന്റെ റിസൾട്ട് വന്നപ്പോ 494 വോട്ട് കിട്ടി, അറൌണ്ട് 500 പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പറയുന്ന അംബേദ്കറേറ്റ് ക്യൂർ ഇന്റർസെക്സ് പൊളിറ്റിക്സ് 500 പേര് അംഗീകരിച്ച് 500 പേര് എന്റെ കൂടെ ഉണ്ട് എന്ന് ഇലക്ഷന് ശേഷം എനിക്ക് മനസ്സിലായി. അത് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽ ആയിരുന്നു. ലോക്സഭ ഇലക്ഷനിൽ MP പോസ്റ്റിലേക്കാണ് മത്സരിച്ചത് 2019. അപ്പൊ ഇന്ത്യയിൽ തന്നെ ലോക്സഭ ഇലക്ഷന് മത്സരിക്കുന്ന ആദ്യത്തെ ഇന്റർസെക്സ് കാൻഡിഡേറ്റ് ആയിരുന്നു ഞാൻ. എന്റെ ഡോക്യുമെന്റ്സിലെല്ലാം ഫീമെയിലാണ് കിടക്കുന്നത്. അപ്പോ ഞാൻ ഇപ്പോഴും എന്റെ പേര് മാറ്റാൻ ഞാൻ ആനന്ദ് എന്ന് പേര് ചേഞ്ച് ചെയ്തു. ലീഗൽ നെയിം ആയിട്ടില്ല, അതിനു വേണ്ടിയിട്ടുള്ള പേര് ചേഞ്ച് ചെയ്യാനുള്ള ഗസറ്റ് പ്രൊസീജിയർ ഒക്കെ ചെയ്തിട്ടുണ്ട്, ഇത് വന്നിട്ടില്ല. അപ്പൊ ഞാൻ പേര് ചേഞ്ച് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ എന്റെ സെക്സും ചേഞ്ച് ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു. ഇതുവരെയുള്ള എന്റെ എല്ലാ സർട്ടിഫിക്കറ്റിലും ഞാൻ ഫീമെയിലാണ്. അപ്പൊ എനിക്കത് മെയിലാക്കണം. അപ്പൊ ഈ 2019 വന്ന ട്രാൻസ്ജെൻഡർ ആക്ട് പ്രകാരം സർജറി ചെയ്യണം, ഒരാൾ മെയില് ഫീമെയില് മാറ്റണമെങ്കിൽ സർജറി ചെയ്യണം. ഞാനൊരു ഇന്റർസെക്സ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ ഒരു സർജറിയും ചെയ്യാതെ തന്നെ ഫീമെയിൽ ടു മെയിൽ ട്രാൻസിഷൻ
ബയോളജിക്കലി നടത്തിയ ആളാണ്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു സർജറി നടത്തി എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലില്ല. ഞാൻ സർജറി ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല.